നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസം 25-നാണ് ബ്രസീൽ അർജൻറ്റീന പോരാട്ടം. ഫുട്ബോൾ പ്രേമികൾ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നൊരു കളിയാണത്. കാരണം ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എല്ലായ്പ്പോഴും ഒരു തീപ്പൊരി മത്സരം നമ്മൾ കാണാറുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന മത്സരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മറക്കാനയിൽ കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ. അന്ന് കളി തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, മെസ്സി ടീമിനെയും വിളിച്ചുകൊണ്ട് ഗ്രൗണ്ട് വിട്ട് ലോക്കർ റൂമിലേക്ക് പോയത്, പിന്നെ തിരികെ വന്നത്, റോഡ്രിഗോയുമായിട്ട് പ്രശ്നമുണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീറും വാശിയും ഒക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഈ കളി 25-ാം തീയതി നടക്കുന്ന കളി, മാർച്ച് 25-നാണ് കളി. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 26 പുലർച്ചെ. അത് ബ്രസീലിലല്ല, മറിച്ച് അർജൻറ്റീനയിലാണ്. ബ്യൂണസ് അയേഴ്സിൽ മോണമെൻ്റൽ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. ഈ കളിക്ക് എങ്ങനെയും അർജൻറ്റീനയെ വീഴ്ത്തണം, അതാണ് ഡൊറിവാൾ ജൂനിയറുടെ പ്ലാൻ. അദ്ദേഹം അതിനുവേണ്ടി ഒരു അറ്റാക്കിംഗ് നിര തന്നെ തയ്യാറാക്കിയെടുക്കുന്നു. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ വെച്ച് മികച്ചൊരു മുൻനിര അദ്ദേഹം ഉണ്ടാക്കുന്നു. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം, ആര് നമ്പർ 9 കളിക്കും? ഇന്നിപ്പോൾ ലോക ഫുട്ബോളിൽ എണ്ണം പറഞ്ഞ നമ്പർ 9 പ്ലെയേഴ്സ് ഒന്നും ബ്രസീലിൻ്റെ നിരയിലില്ല. എന്നാൽ റോഡ്രിഗോയെ വെച്ച് ആ പൊസിഷൻ ഫില്ല് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് അദ്ദേഹം കടക്കുന്നു എന്നതാണ് സൂചനകൾ. നേരത്തെയും റോഡ്രിഗോയെ നമ്പർ 9 ആയിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഫ്ലോട്ടിംഗ് നമ്പർ 9 ഒപ്പം നിൽക്കാനുള്ളവരുടെ പേരൊന്ന് കേൾക്കണം. വിനി ജൂനിയറും റാഫീഞ്ഞയും നെയ്മർ ജൂനിയറും. അതൊരു വല്ലാത്ത മുന്നേറ്റ നിരയായിരിക്കും. 4 എയ്സ് പ്ലെയേഴ്സ്, അവരെ വെച്ചുകൊണ്ട് അർജൻറ്റീനയുടെ ഡിഫൻസ് പൊളിക്കുക, അർജൻറ്റീനയെ വീഴ്ത്തുക എന്നത് തന്നെയാണ് ഡൊറിവാൾ ജൂനിയറുടെ ലക്ഷ്യം. നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ ഡൊറിവാൾ ജൂനിയർ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൊക്കെ പറയുകയുണ്ടായി, ഒരു ഫ്ലോട്ടിംഗ് നമ്പർ 9 വെക്കുക, അതുപയോഗിച്ച് ഒരു ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് ഉണ്ടാക്കിയെടുക്കുക, അതാണ് തൻ്റെ ലക്ഷ്യമെന്ന്. അങ്ങനെയെങ്കിൽ വി കുഡ് സി നെയ്മർ, വിനി, റോഡ്രിഗോ, റാഫീഞ്ഞ, ഈ താരങ്ങൾ ഒരുമിച്ച് അർജൻറ്റീനയ്ക്കെതിരെ കളിക്കും. അങ്ങനെയെങ്കിൽ അത് ലോകത്തെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മുന്നേറ്റ നിരകളിൽ ഒന്നായിരിക്കും. അതായത് നെയ്മർ ആയിരിക്കും ഇതിൻ്റെ ചരട് വലിക്കുന്ന താരം, അതായത് ക്രിയേറ്റീവ് താരമായിട്ട് നിൽക്കുന്നത്. അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നെയ്മറുടെ റോളായിരിക്കും. ഇരു പാർശ്വങ്ങളിലായിട്ട് ഇടതു പാർശ്വത്തിൽ വിനിയും വലതു പാർശ്വത്തിൽ റാഫീഞ്ഞയും നിൽക്കും. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച വിങ്ങർമാരാണ് രണ്ടുപേരും. ഒപ്പം ഏറ്റവും ടാലൻറ്റഡായിട്ട് ഇപ്പോൾ പലരും വാഴ്ത്തുന്ന, മുന്നേറ്റ നിരയിൽ ഏത് പൊസിഷൻ കൊടുത്താലും അത് ഭംഗിയായി നിർവഹിക്കുന്ന റോഡ്രിഗോ സ്ട്രൈക്കറുടെ റോളിൽ, നമ്പർ 9 സ്ട്രൈക്കറുടെ റോളിൽ. അപ്പം ഈ ഒരു മുന്നേറ്റ നിരക്ക് അർജൻറ്റീനയെ വീഴ്ത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.